CPM-ന്റെ സൗമ്യനായ നേതാവ്, MP ആയിരുന്നു, MLA ഒക്കെ ആയിരുന്ന സുരേഷ് കുറുപ്പ് അദ്ദേഹം പാർട്ടി വിടുന്നു, പാർട്ടിയുമായി ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് CPM വിടുന്നു എന്നുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ചില ചാനലുകൾ അത് തുടങ്ങി വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ രംഗത്തെത്തുന്നു. താൻ മറ്റൊരിടത്തേക്കും പോകുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ പെട്ടെന്ന് സുരേഷ് കുമാർ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് പറയാനുള്ള കാരണം? ശരിക്കും പറഞ്ഞാൽ സുരേഷ് കുറുപ്പ് തന്നെ പറഞ്ഞാൽ വളരെ സൗമ്യനായ നേതാവ്. നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെയാണ് കാണുന്നത്. അദ്ദേഹം MP ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയോ സുരേഷ് കുറുപ്പിനെ VS പക്ഷക്കാരനെന്ന് മുദ്ര കുത്തപ്പെട്ടു. അതുകൊണ്ടായിരിക്കാം അർഹതപ്പെട്ട പല സ്ഥാനങ്ങളിലേക്കും അദ്ദേഹം എത്തിയില്ല. അപ്പോൾ 3 തവണയോ മറ്റോ MLA ആയെങ്കിലും മന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല. അത് CPM-നുള്ളിലെ വിഭാഗീയത കോട്ടയം ജില്ലാ കമ്മിറ്റിയിലുണ്ടായ പ്രശ്നമൊക്കെ ആയിരിക്കും. ഇപ്പോൾ സുരേഷ് കുറുപ്പ് ഒരു പുതിയ പോസ്റ്റുമായിട്ട് വന്നിട്ട് പറയുന്നത് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലേക്ക് പോകും. ഇത് News 18 ഉൾപ്പെടെയുള്ള ചാനലുകളാണ് ഇത് ചർച്ച കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സുരേഷ് കുറുപ്പ് ഇനി കോട്ടയത്ത് നിന്ന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു UDF സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ ഏറ്റുമാനൂരിൽ നിന്നോ കടുത്തുരുത്തിയിൽ നിന്നോ ഒക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും അങ്ങനെ ഒരു മത്സരത്തിന് പോകില്ല എന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത്. കാരണം ഞാൻ 1972 മറ്റോ ആണ് CPM-ൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ ജീവവായുവായിരുന്നു. എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ശരിയാണ്, ഈ സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല, നമുക്കറിയാമല്ലോ, K കരുണാകരൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായിട്ട് രമേശ് ചെന്നിത്തല ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നൊരു കാലമുണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ MP ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം. അങ്ങനെ രമേശ് ചെന്നിത്തല കോട്ടയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു ജയൻ കില്ലറായിട്ട് എത്തിയാണ് സുരേഷ് കുറുപ്പ് ഈ രമേശ് ചെന്നിത്തല തകർത്തു വിട്ടത്. കാരണം അത്ര സൗമ്യമായ ഇടപെടലുകളിലൂടെ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഏറെ സ്വാധീനമുള്ള കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അത്തരം ഒരു വിജയം നേടിയ ആളാണ്. പിന്നീട് പലതവണ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. ഇവിടെ ഇപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ കാര്യം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടെന്നറിയോ? ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമത്തിൽ സുരേഷ് കുറുപ്പ് VS അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി. അതിൽ പറയുന്നത്, ഞാൻ കൂടി പങ്കെടുത്ത CPM-ന്റെ ഒരു സംസ്ഥാന സമ്മേളന വേദിയിൽ SFI-കാരിയായ ഒരു പെൺകുട്ടി VS-ന് ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് നൽകണമെന്ന് പറയുന്നു. അത് കേട്ട് സങ്കടം കൊണ്ടിട്ട് VS ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. എനിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ SFI-കാരിയായ ഒരു പെൺകുട്ടി ആരാണ്? അതൊക്കെ ഇപ്പോൾ പുറത്ത് വന്ന് വലിയ ചർച്ചയുണ്ട്. ആ പെൺകുട്ടി തന്നെ അത് നിഷേധിച്ച് വരുന്നത് നമുക്കറിയില്ല. എന്തായാലും അത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ സുരേഷ് കുറുപ്പ് പറയുന്നു, ഞാനൊരു VS പക്ഷക്കാരനൊന്നുമല്ല, പക്ഷേ എന്നെ ആളുകൾ VS പക്ഷക്കാരനെന്ന് മുദ്ര കുത്തുന്നു. സുരേഷ് കുറുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഈ SFI-യിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത്, SFI എന്നൊക്കെ പറയുമ്പോൾ CPM-ന്റെ വലിയ നേതാക്കൾക്ക് ആ നേതാക്കളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നയനാരിനെയും VS-നെയൊക്കെ കാണുന്നത്. പിന്നെ SFI-യുടെ ഒരു സംസ്ഥാന നേതാവൊക്കെ ആയി മാറിയപ്പോൾ ഞാൻ മൊത്തം കേരളം ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പം ഈ VS-ഉമായിട്ടൊക്കെ സംസാരിക്കുന്നു. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു സമ്പൂർണ്ണ വിജയം നേടി. അന്ന് ലോക്സഭയിലേക്ക് CPM-ന്റെ പ്രതിനിധിയായിട്ട് ആകെ വിജയിച്ചത് ഈ സുരേഷ് കുറുപ്പായിരുന്നു. അന്ന് VS-ഉമായിട്ട് കുറച്ചുകൂടെ അടുത്തു. കാരണം സുരേഷ് കുറുപ്പിനെ നമ്മുടെയൊക്കെ എനിക്ക് വലിയ ദുഃഖമുണ്ട്, സുരേഷ് കുറുപ്പ് ഈ രീതിയിലായി എന്നൊക്കെ പറയും. പിന്നീട് ഈ MVR ഈ ബദൽ രേഖ കൊണ്ടുവന്നു. ആ ബദൽ രേഖ വിവാദം വലിയ ശക്തിയിൽ കത്തിപ്പടർന്നപ്പോൾ സുരേഷ് കുറുപ്പ് VS-ന് പോലും അനഭിമതനായി മാറി. പക്ഷേ പിന്നീട് VS കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തല്ലോ. ആ സമയത്ത് സുരേഷ് കുറുപ്പ് പതിയെ തൻ്റെ പ്രൊഫഷനായ വക്കീൽ പടിയിലേക്ക് നീങ്ങി. അന്ന് സുരേഷ് കുറുപ്പായിരുന്നു പല കേസുകളിലും VS-ന് വേണ്ടിയിട്ടൊക്കെ അപ്പിയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താ? VS മരിച്ചതിന് ശേഷം VS-നെ കുറിച്ച് ചില കാര്യങ്ങൾ തൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയതാണ്. അപ്പോഴും ഈ സുരേഷ് കുറുപ്പിനെ ക്രൂശിക്കുകയാണ്. കാരണം ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് എഴുതി, അല്ലെ ക്യാപിറ്റൽ പനിഷ്മെൻറ്റിനെ വിധിച്ചു, ഒരു പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല. സുരേഷ് കുറുപ്പിനെയൊക്കെ വിമർശിക്കാൻ ഇവർക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് ആലോചിച്ച് നോക്കി. അതെ, ശരിയാണ്. ഇത്രയും വർഷത്തെ പാർട്ടി പ്രവർത്തനം നടത്തിയ, പാർട്ടി ജീവവായു പോലെ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് പാർട്ടി വിട്ടുപോകാൻ താല്പര്യമില്ല. അത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. എന്നിട്ടും News 18 അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, News 18 ചാനലാണ്, ചാനലും മറ്റു ചില ചാനലുകൾ തുടക്കമിട്ടത് അവരാണ്. ഇത്തരം ഒരു കാര്യം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് VS-നെ അങ്ങനെ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് സത്യസന്ധമായിരിക്കും പറഞ്ഞത് VS മരിച്ചപ്പോൾ. അതെന്തുമാവട്ടെ, അത് അവരുടെ പാർട്ടിയിലെ വിഷയം. അത് എടുത്തുകൊണ്ട് അലക്കി ഇട്ടിട്ട് ഇത് പിന്നെ സുരേഷ് കുറുപ്പ് പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹം ഇനി CPM-ൽ വേണ്ട എന്ന് ഒരു വിഭാഗം തീരുമാനിക്കുന്നു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു, UDF-ലേക്ക് പോകുന്നു. UDF അങ്ങ് ആളുകൾ, ഈ മാധ്യമങ്ങൾക്ക് പിന്നെ എന്താ തീരുമാനിക്കാൻ, അദ്ദേഹം എവിടെ നിന്ന് UDF-ന് വേണ്ടി മത്സരിക്കുന്നു എന്ന് മണ്ഡലം വരെ അങ്ങ് തീരുമാനിച്ചു വരും. സത്യത്തിൽ ഇദ്ദേഹം ഒരു സൗമ്യ സ്വഭാവനായതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള നല്ല വാക്കുകളിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഒതുക്കി. മറ്റാരെങ്കിലും സ്വരാജിനെ പോലുള്ള വല്ലവരുമായിരുന്നുവെങ്കിൽ ജീവശാസ്ത്രപരമായും സാമ്പത്തിക ശാസ്ത്രപരമായും ഒക്കെയുള്ള മറുപടികൾ
കൃത്യമായി ഈ മാധ്യമങ്ങൾക്ക് അദ്ദേഹം നൽകിയേനെ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. CPM-ലും നല്ല പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ ത്യജിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ പാർട്ടിയെ തയ്യാറുള്ള ഒരാളാ. അദ്ദേഹത്തെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം വേദനിക്കും, എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്ന കുറെ എന്താ പറയാ, ഇവരെയൊക്കെയാണ് മാപ്രകളെന്ന് കൃത്യമായി വിളിക്കേണ്ടത്. അപ്പോൾ ഈ സുരേഷ് ഗോപി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കാരണം അയാളിപ്പം അവിടെ നിൽക്കുമ്പോൾ വിഭാഗീയത വരുന്നു. അപ്പം പിണറായി പക്ഷത്തേക്ക് നിന്നാലേ എനിക്ക് സാധ്യതയുള്ളതെന്ന് കണ്ടാൽ സുരേഷ് ഗോപിന് ഒരു ചാട്ടം ചാടിയാൽ പോരായിരുന്നു. പക്ഷേ കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ അതൊന്നും ചെയ്തില്ല. വേണമെങ്കിൽ ഒരു മന്ത്രി സ്ഥാനത്തിന് യോഗ്യനായ സുരേഷ് ഗോപിനെ മനഃപൂർവ്വം VS പക്ഷക്കാരനായതുകൊണ്ട് മാത്രം അവഗണിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ഇതൊക്കെ അവർ തന്നെ പറയണം, നമുക്കറിയില്ല. അങ്ങനെ സ്ഥാനമോഹിയല്ലാത്ത സുരേഷ് കുറുപ്പ് കോൺഗ്രസിൽ പോയി മത്സരിക്കും, കോട്ടയത്ത് നിന്ന് മത്സരിച്ച് ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത ചിലപ്പോൾ പടച്ചു വിടുകയാണെന്ന് പറയത്തില്ലേ, നമുക്ക് തന്നെ ചിലപ്പോൾ ലജ്ജ തോന്നും. കാരണം ഇല്ലാത്തൊരു സാധനത്തെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുന്നു, എന്നിട്ട് ഒരു ചാനൽ അത് മുന്നോട്ട് വെച്ചാൽ മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കും. അപ്പോൾ അവരുടെ മീഡിയയ്ക്ക് അതിനൊരു ഹൈപ്പ് കിട്ടും. ഇതിനപ്പുറത്തേക്ക് യാതൊരു വാസ്തവമില്ല. അപ്പോൾ സുരേഷ് കുറുപ്പിന് ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി, ഇപ്പോൾ സുരേഷ് കുറുപ്പ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഔദ്യോഗികമായി ചുമതലകളൊന്നുമില്ല. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവിലൊക്കെ ഒന്നും എടുക്കാൻ എപ്പോഴും ഈ പാർട്ടി വിമുഖത കാണിച്ചിരുന്നു. ഇപ്പോൾ സ്വരാജ് പോലെയുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റുണ്ട്, ഇന്നുവരെ സുരേഷ് കുറുപ്പില്ല. സുരേഷ് കുറുപ്പ് 3 തവണയും കണ്ട് MLA, 2 തവണയും മറ്റേ MP ആയി. ഇത്രയും പാർട്ടിയിൽ പ്രവർത്തന പരിചയമുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ലോക്സഭയിലൊക്കെ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇപ്പം നമ്മൾ NK പ്രേമേന്ദ്രനെ പറയില്ലേ, അദ്ദേഹം വളരെ കൃത്യമായി പഠിച്ച് സ്ഫുടമായിട്ട് വ്യക്തമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുപോലെയുള്ള ഒരു MP ആയിരുന്നു ഈ സുരേഷ് കുറുപ്പ്. അപ്പോൾ കോട്ടയത്തെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ച ഒരു CPM-കാരൻ്റെ മർക്കടമുഷ്ടിയൊന്നും പ്രകടിപ്പിക്കാത്ത ഒരു സാധാരണ നേതാവായിരുന്നു സുരേഷ് കുറുപ്പിൻ്റെ. ഒരു പ്രവർത്തന പാരമ്പര്യം വെച്ചിട്ട് സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ എന്നേ അംഗമാകേണ്ട ആളാണ്. ഇനി വേണ്ട, കോട്ടയം ജില്ലാ സെക്രട്ടറിയെങ്കിലും CPM-ൻ്റെ അംഗമായിരുന്നല്ലോ, അവിടേക്കൊന്നും അവിടെ എത്തിയില്ല. VN വാസവനൊക്കെയുള്ള ഈ CPM-ൻ്റെ തലപ്പത്തേക്ക് വരാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. അതേ സുരേഷ് കുറുപ്പിനെയാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹം പാർട്ടിയിൽ ഒറ്റപ്പെട്ടു, അദ്ദേഹത്തിന് അതുകൊണ്ട് ഇനി പുറത്തേക്ക് പോകാനുള്ള വഴി തെളിയുന്നു, കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ CPM-ൽ ഒറ്റപ്പെട്ടു പോയാൽ CPM-ൽ നിന്ന് പിന്നോക്കം ചാടാൻ നിൽക്കുന്നവരെ മുഴുവൻ കോൺഗ്രസ് വിളിച്ച് സീറ്റ് കൊടുക്കണോ? കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാൻ ഇവിടെ സീറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന സുരേഷ് കുറുപ്പിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ശരിക്കും പറഞ്ഞാൽ അല്ലേ, അദ്ദേഹം ഒരു സുരേഷ് കുറുപ്പ് പറഞ്ഞാൽ ഞാൻ VS പക്ഷക്കാരനൊന്നും അല്ല, പക്ഷേ VS-ന് വേണ്ടി ചില കേസുകൾ ഏറ്റെടുത്തു, അദ്ദേഹം എടുക്കുന്ന നിലപാടുകളോട് ചേർന്ന് നിന്നു. അപ്പോൾ MVR-ൻ്റെ ഈ പറയുന്ന ഒരു നിലപാട് കൊണ്ട് ബദൽ രേഖ കൊണ്ടുവന്നപ്പോൾ VS ഈ സുരേഷ് കുറുപ്പിനെ തള്ളി പറഞ്ഞു. സുരേഷ് കുറുപ്പിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതിനുശേഷം ആളുകൾ പറഞ്ഞുണ്ടാക്കി ഇയാൾ ഈ VS പക്ഷക്കാരനാണ്. അതുകൊണ്ട് പിണറായി സർക്കാർ അല്ലെ പിണറായി സംസ്ഥാന സെക്രട്ടറിയായി വരുമ്പോൾ സുരേഷ് കുറുപ്പിനെ ഒതുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ജില്ലാ കമ്മിറ്റിയിലൊക്കെ വരുന്നത്. അപ്പോൾ സൗമ്യനായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നേതാവുണ്ടെങ്കിൽ ആ നേതാവിനെ കുറ്റം പറയാനും തെറി പറയാനും എളുപ്പമാണ്. തന്നെ നേരത്തെ പറഞ്ഞാൽ M സ്വരാജിനെ പോലെയുള്ള നേതാക്കളായിരുന്നെങ്കിൽ എന്തൊക്കെ പുലഭ്യങ്ങൾ പറഞ്ഞേനെ. ഇവിടെ സുരേഷ് കുറുപ്പ് വളരെ മാന്യമായിട്ട് തൻ്റെ അഭിപ്രായം ഒരു പോസ്റ്റായിട്ട് സോഷ്യൽ മീഡിയയിലായിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. അതിൽ ഒരു വാക്കെങ്കിലും മോശം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അദ്ദേഹം അത്രയും മാന്യമായി അദ്ദേഹത്തെ ഇത്രയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളോട് അത്രയും വലിയ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സംസ്കാരം കൃത്യമായി അദ്ദേഹം കാണിച്ചുകൊണ്ട് തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് കുറുപ്പ് എങ്ങോട്ടുമില്ല, അദ്ദേഹം CPM-ൽ തന്നെ നിൽക്കും, ആർക്ക് സംശയം വേണ്ട. അദ്ദേഹം തന്നെ ഇത് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി ഈ ഇല്ലാ കഥകൾ പടച്ചുവിടുന്ന മാപ്രകൾക്ക് കുറച്ചെങ്കിലും ഇനി അടുത്ത വാർത്തയിലോട്ട് നിങ്ങൾക്ക് നീങ്ങാൻ സമയമായി.